ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്. ഇതാണ് ഇവിടെ അരിപ്പപ്പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അരിപ്പപ്പടം അല്ലെങ്കിൽ ബ്രാഗം എന്ന് പറയും. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറയും. ഇത് അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളോട് പറയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. ഇതിന് ഫസ്റ്റായിട്ട് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്താനിടുക. പിന്നെ ജൗവരിയില്ലേ, അത് കുറച്ചൊരു 2 ടീസ്പൂൺ ഒരു പാത്രത്തിൽ വേറൊരു പാത്രത്തിൽ കുതിർത്താൻ വെക്കുക. അതൊരു കുതിർന്ന ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന് കഴിയുമ്പോൾ അത് രണ്ടും കൂടി ഇത്തിരി ഉപ്പിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം പാടില്ല, കുറച്ച് വെള്ളമേ പാടുള്ളൂ. അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതായി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി. ഈ കളർ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. കളർ വേറെ ഒന്നുമല്ല, മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ചിട്ട് നന്നായി കലക്കി അതിൻ്റെ കൂടെ എള്ളു ഇടണം, ജീരകം ഇടണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതാ ഈ തിക്കിൽ വരണം കേട്ടോ. ഒരുപാട് ലൂസ് ആകുമ്പോൾ ഈ തിക്കിൽ വരണം. ഈ തിക്കിൽ വന്നതിന് ശേഷം ദാ ഈ ഇല കണ്ടോ, ഈ ഇല ഇതിന് അച്ചൊക്കെ ഉണ്ട് കേട്ടോ. അച്ചിനേക്കാളും നമുക്ക് നല്ലത് ഇലയാണ്. ഇവിടെ ഇതിന് പറയുന്നത് പ്ലാച്ചില എന്നാണ്. പക്ഷെ എറണാകുളത്തൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പറയുന്നത് തേക്കല എന്നാണ്. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് ഇലയാണെന്ന് പറയണേന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ ഇലയിലേക്ക് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമ്മൾ ദോശ പരത്തില്ലേ, ഇതാ ചേച്ചി പരത്തും, എനിക്ക് ക്യാമറ ഇതും കൂടി നടക്കണില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായി നൈസായിട്ട് പരത്തി എടുത്ത് ഇതാക്കി വെക്കുക. ഒരുപാട് കട്ടിയാകാൻ പാടില്ല, നൈസായിരിക്കണം. റൗണ്ട് ഒന്നും നല്ല രീതിയിൽ വരുമൊന്നുമില്ല, സത്യം. ഇതിന് അച്ചൊക്കെ ഉണ്ട് കേട്ടോ, അച്ചൊക്കെ കിട്ടും. ആ അച്ചിലൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മുടെ ഇവിടെ പാലക്കാട് ഫേമസ് ആണ് ഈ സംഭവം. ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായി ഉണ്ടാക്കുന്നവരും ഉണ്ടാകും. ശരിയാണ്, പാലക്കാടിലെ വേറെ ആൾക്കാരെ കാണുമ്പോൾ അയ്യേ ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവാം. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുക നിങ്ങൾ. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ അല്ലെങ്കിൽ നന്നായി ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ, എങ്ങനെ അത് ഉണ്ടാക്കാം. ഞങ്ങൾ പറഞ്ഞത് വല്ലത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ കുഴപ്പമില്ല ഞങ്ങൾക്ക്. എന്നിട്ടിതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കണ്ടോ വെച്ചേക്കണുണ്ടോ, ഒരു ട്രിപ്പ് വെച്ചേക്കണുണ്ടോ. ഇതിങ്ങനെ ആയിക്കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വരും. വന്നു കഴിയുമ്പോൾ ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. എന്നിട്ട് പ്ലേറ്റിലോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ നൈസായിട്ട് കീറാതെ ഇതിങ്ങനെ ഊർത്തി വരണം. നല്ലോണം കണ്ടോ. ഇപ്പം 2 തട്ടിലായിട്ട് അടിയിൽ ഒരുപാടൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, ചെറിയ ഇഡ്ഡലി പാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ പേപ്പറിൽ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായി ഒന്ന് ഉണങ്ങും. ഇരുന്ന് നല്ലോണം ഉണങ്ങും. നല്ലോണം വെയിൽ കൊണ്ട് ഉണക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചുങ്ങിപ്പോകും ഇത്. ഇപ്പോൾ ഈ വട്ടം പോലെ ഒന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് ചുങ്ങി ഇങ്ങനെയൊക്കെ കൂഞ്ഞി പോലെ ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായി പപ്പടം കാച്ചണ പോലെ കാച്ചുമ്പോൾ ബുമ്മെന്ന് പറഞ്ഞുകൊണ്ട് പൊന്തി വരും. നല്ല വലുപ്പത്തിൽ പൊന്തി വരും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയോ പിള്ളേർക്ക് ചായയുടെ കൂടെയോ ഒക്കെ വെറുതെ കഴിക്കാവുന്ന നല്ലൊരു ഇതാണ്. ഇപ്പം കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.